രാവിലെ എണീറ്റോ ഫുള്ള ആൾക്കാരാണ് വരില്ല. അമ്പന്ന് വെച്ചാൽ ഇവിടെ വാർപ്പാണെന്ന് അതിന് പരിപാടിയാ. ആപ്പിൾ ഉണ്ടെങ്കിലും സെറ്റായിട്ട് നിൽക്കാണ്. പല്ലൊക്കെ വെച്ചിറങ്ങാം കേട്ടോ. ഈ ആപ്പിൾ തോട്ടം കണ്ടെങ്കിൽ ആപ്പിൾ തോട്ടത്തിൽ നിന്ന് ഇങ്ങനെ സൂമോട്ട് അടിച്ചാതാ വീടിന്റെ വാർപ്പ് നടന്നുകൊണ്ട് കേട്ടോ. പണിങ്ങനെ പുരോഗി തുടങ്ങിയിട്ടുള്ളൂ. നേരെ വെച്ചിട്ടുള്ളൂ. നീച്ചപ്പോൾ തന്നെ അവിടെ ഫുള്ള് ഒച്ചപ്പാട് വെച്ചാൽ നീച്ചാണ്. ഇത് അടിപൊളിയാണ്. ഇത് നമ്മൾ വ്യത്യാസം ചെയ്താൽ ഈ മെറ്റലുണ്ടെങ്കിൽ നമ്മളവിടെ സാധാ മെറ്റൽ ഇവിടെ പൊയ്യത്തെ കല്ലില്ലേ അതാണ് ഇതിൽ മിക്സ് ആക്കുന്നത്. ബാക്കി മണലും ഇതൊക്കെ സെയിം തന്നെയാണ്. ഈ ഒരു മാറ്റം മാത്രമേ അത് നിൽക്കുവേ. ഫുള്ള് ഇഷ്ടിക കേട്ടത് വെച്ച് നമ്മളവിടെ കല്ലലൊക്കെ മൊത്തം ഇഷ്ടികന്റെ ഉറക്കാണ്. ഒന്നാം നില രണ്ടാം നിലയൊക്കെ ഇഷ്ടികയാണ്. ഇഷ്ടികമ്പോൾ നിൽക്കില്ല. നമ്മുടെ ഒന്നാം നില എന്തായാലും കല്ലിലല്ലേ പോവാ. ഈ സ്പീഡ് തന്നെ പോകുന്നു ഫുള്ളായിട്ട്. ഞങ്ങൾ വാർപ്പും കാര്യമൊക്കെ ഇന്ത്യയിൽ വാർത്തു എന്നൊക്കെ ഉണ്ടോ ഒക്കെ ഇഷ്ടിക വെച്ചിട്ടോ പണി തേച്ച് വൃത്തിയാക്കും. നമ്മുടെ ഇഷ്ടിക പോയില്ല. ഇഷ്ടിക കുറവാണ്. പല പല വെറൈറ്റി സാധനങ്ങളാണ് വന്നത്. ഞാൻ പേര് വെക്കുകയാണെങ്കിൽ അതും ഇഷ്ടികയിൽ വെച്ചു. അങ്ങനെ രാവിലത്തെ ഫുഡാട്ടോ. അവരെ സ്വന്തം സാൾട്ട് ചെയ്യാനാ സാൾട്ട് ടീ ഉസ്കാ നാം ക്യാ കുൽച്ച നമ്മളെ ലവാസ റൊട്ടി. ഇതാട്ടോ ഇത് നമുക്ക് വേണ്ടി സ്പെഷ്യൽ ഉണ്ടാക്കിയതെന്ന് പറഞ്ഞേ. കുൽച്ചിയും സാൾട്ട് ടീ ഒരു വെറൈറ്റി കോമ്പിനേഷൻ കേട്ടോ. ചിലപ്പോ ടേസ്റ്റ് कोई चाय नहीं पिएगा जब तक ये नहीं होगा. कोई बस हाँ कोई नहीं. गुरगा वो भी गोशना गोशना ओ ये भी क्या नहीं आधा घंटे के बाद बनेगा. പല പല വെറൈറ്റി സാധനങ്ങൾ ഉണ്ടാക്കണേ. ഇത് ചിക്കൻ്റെ ഒരു ഐറ്റംസ്. ഇതെന്താ ബീഫോ മട്ടനൊക്കെയാണ്. ഇതാക്കണ അടുത്തത്. അതാകെ വേറെ സാധനം അവിടെ വെട്ടിക്കൊണ്ടിരിക്കണേ. ബീത്തി कश्मीरी मेथी. ഓക്കെ इसका क्या है पहले देखा मैं. इसको बोलते हैं मेथी कश्मीरी में. मेथी 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 അവിടെ വാർപ്പ് നമ്മളെ കണ്ടു തിമ്മക്കെ അപ്പോൾ എത്തുമ്പതരെ കാണാത്തോണ്ട് खिलाएंगे इनको कश्मीरी वाजमान. വാസ്മാൻ. ഈ തിരക്കിനിടയിൽ ഒരു കാക്കതോടെ ഹുക്ക് ഉണ്ടാക്കി കുത്തിരിക്കുന്നുണ്ട്. ഓരോ വൈകി പറഞ്ഞു അവിടെ ഇതാണ്. ഇതേപോലത്തെ ഉരുളങ്കല്ലില്ലേ ഉരുളങ്കല്ലാണ് ഇതിനുള്ളിൽ ഫുള്ള് കിട്ടോ. അതും സിമെന്റും വെച്ചാണ് ഉണ്ടാക്കുക. നമ്മളെ മോളൊക്കെ വൃത്തിരി ഒന്നിന് അടിയിലെ കല്ല് മാത്രം മാറ്റുള്ളൂ നമ്മൾ അടുത്ത് വെച്ച് നോക്കുമ്പോൾ. പിന്നെ പറഞ്ഞാല് നമ്മളവിടെ ഇപ്പോൾ ഷീറ്റായില്ലേ. ഇത് ഫുള്ള് ഷീറ്റ് ആയിക്കണേ. മരത്തും കൊണ്ട് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഈ സാധനങ്ങളൊക്കെ മരമാണ്. ഇതുണ്ടെങ്കില് ആടിന്റെ തോല് നമ്മള് കാണല്ലേ വെട്ടി തോല്. ഇത് നല്ല ചൂടേക്കാരെന്ന് പറഞ്ഞു. നല്ല തണുപ്പത്തിട്ടോല് നല്ല ചൂടേക്കാരതാണ്. ഇതുണ്ടോ നമ്മള് PVC പൈപ്പാണ്. ഇതാണ് ഇതിനുള്ളിൽ കാറും കോൺക്രീറ്റ് ഇറക്കിയിട്ടാണ് കാര്യം അത് ഉണ്ടാക്കുക തോന്നുന്നത്. അവിടെ താഴത്ത് തന്നെ കണ്ടത് കുറ്റി കണ്ടങ്ങള് ഇതൊക്കെ നിൽക്കും. മണ്ണൊക്കെ തേങ്ങി കുത്തിക്കണത്. ഫൈസലിന്റെ കൂടെ പോവാട്ടോ. ഫൈസൽ എടുക്കോ പോവാറാണ്. ഡ്രോണൊക്കെ എടുപ്പിച്ചില്ല. എന്തോ സംഭവം സെറ്റപ്പ് സ്ഥലമാണ്. ആപ്പിൾ തോട്ടമുണ്ട്. ആപ്പിൾ തോട്ട ആപ്പിൾ തോട്ടം കാണാൻ പോവാണ്. ഹൈബ്രിഡ്. അവിടെ പണി പേരന്റെ പണിയായിട്ട് നമ്മളൊപ്പം നടക്കട്ടെ ചങ്ങായി പാവം. നമ്മള് പോകുന്ന പള്ളിയുണ്ട്. നമ്മുടെ റൂമിന്റെ തൊട്ടടുത്ത് തന്നെ. റൂമല്ല പേരന്റെ തൊട്ടടുത്ത് തന്നെ പള്ളിയുണ്ട്. അതേമാതിരി പൈസ ഇടുന്ന കാര്യട്ടോ. ആ വലിയ മരം കണ്ടോ. ആ വലിയ മരം 15,000 ലിറ്റർ ഓക്സിജൻ ആണ് ഒരു ദിവസം കൊടുക്കാം. ഇതാട്ടാ മരം. बरगद के पेड़ है ना या नीम के ट्री है वैसे चिनार ट्री है. मुझे अंदाजा नहीं. 100 കൊല്ലം പഴക്കമാണല്ലോ ഇത്. मतलब जब मेरा ग्रैंडफादर है ना इसका नाम क्या है चिनार. यस ചിനാർ നമ്മളിതാ എൻട്രി ചെയ്യണം ലോകത്തേക്ക്. ആപ്പിൾ തോട്ടങ്ങളുടെ ലോകം. ഓ മോനെ സൈഡിലൊക്കെ മറട്ടി പോയേക്കാം. പല പല വെറൈറ്റി സാധനങ്ങളുണ്ട്. പൈക്കളാട്ടോ ഇവിടെ മെയിൻ. അവിടെ ഓന്റെ പരിയിലുണ്ട് പൈക്കൾ കുറച്ച്. മീൻപെട്ടിയല്ല ഇട്ട് മീൻപെട്ടിയല്ല ആപ്പിള് പെട്ടി. ഫുൾ ആപ്പിള്. ഇതിനുള്ളിൽ ഫുൾ ആപ്പിള്. ഇതിൽ ആപ്പിള് ഇതിൽ വേറെ ആപ്പിള് മൊത്തം ആപ്പിൾ പറിച്ച് നിറച്ച് വെച്ചിട്ട് ഇതിനുള്ളില്. അങ്ങനെ ആപ്പിൾ തോട്ടത്തേക്ക് എത്തിട്ടോ. 15,000 ആപ്പിൾ ട്രീസ് ഉണ്ടെന്ന് പറഞ്ഞത്. ഉണങ്ങിച്ചാടിയ ആപ്പിൾ കേട്ടോ. പല പല വെറൈറ്റി ഐറ്റംസ്. ആപ്പിൾ ചാടി കിടക്കുന്നത് ഗാലാണ് ആപ്പിള്. ഇപ്പുറത്ത് വേറെ കളറിലൊരു ആപ്പിള്. ഇവിടെ കൊയ്യാണ്ട് കിടക്കണമെങ്കിൽ വെറുതെ ഒരാൾക്ക് വേണ്ടാതെ കിടക്കണ മാതിരി കിടക്കണോ. പല വെറൈറ്റി കേട്ടോ. പച്ചാപ്പിള് അവിടെ
പല പല വെറൈറ്റി ആപ്പിളാട്ടോ ഇവിടെ പിന്നെ ഫൈസലിന്റെ പേരൻ്റെ അവിടെ. ഇതൊരു സൈഡ് അങ്ങോട്ട് നീളത്തില് ഫുള്ള്, ഇനി ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഇങ്ങോട്ട് നീളത്തില് ഫുള്ള് ഫുൾ സെറ്റ് പരിപാടി. നമുക്ക് ഏതായാലും ഒരു ഷോർട്ടൊക്കെ എടുത്തൊക്കെ പറഞ്ഞു. കാശ്മീർ വന്നിട്ട് നമ്മള് ആപ്പിൾ ഇന്നില്ലേ മോശമല്ലേ? അപ്പൊ ആപ്പിൾ മരത്തിന്റെ തോട്ടത്തിലാട്ടോ. നമുക്കൊരു ആപ്പിൾ എടുത്ത് കഴിച്ചാലോ? ഷാർട്ട് കഴിക്കാം, നല്ല ആപ്പിളാ. പൊളി, ഒരു രക്ഷയാണ്. കാരണം ആപ്പിൾ തോട്ടം എന്ന് പറഞ്ഞാൽ എല്ലാ തരം ആപ്പിളും ഉണ്ട്. ഇത് മാത്രമല്ല, ഗ്രീൻ ആപ്പിൾ ഉണ്ട്, ഇതിലാണ് കുറച്ചുകൂടി കറുത്ത ആപ്പിൾ ഉണ്ട്, പല ഐറ്റംസും കിട്ടുന്നുണ്ടോ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കിട്ടുന്ന ആപ്പിൾ നല്ലത്, അടിപൊളി ആപ്പിൾ. അപ്പൊ തോട്ടത്തിന്റെ ഡ്രോൺ ഷൂട്ട് എടുത്താണ് ഞങ്ങൾ പകരം ആപ്പിളും പറിച്ച് പോരും കേട്ടോ. കുറെ ഐറ്റംസ് ഉണ്ട്, ഏത് മണി എടുക്കാൻ പറഞ്ഞു മൂപ്പര്. നമ്മൾ ആകെയാണ് പൈസയിൽ കൊടുന്നാണ്ട് സെറ്റ് കേട്ടോ. ഇവിടെ വേറെ ഉണ്ട്, കറുപ്പും പച്ചയും മൊത്തം തോട്ടമാണ്. അമ്പം വലിയൊരു തോട്ടമാണ്, ഇതിൽ ഫുള്ള് ആപ്പിൾ തന്നെയാണ് അമ്പം. കണ്ടാള് അതും ഹൈബ്രിഡ് ആപ്പിളാണ്. അവിടെ ചെറിയ മരത്തും അങ്ങനെ ആപ്പിൾ ഉണ്ടായത് കേട്ടോ. പൈസലിന്റെ പേരൻ്റെ തൊട്ട് ചാരി ഒന്നുണ്ട്, അത് വലിയ വലിയ മരങ്ങൾ. അതാണ് പറിച്ച് വെച്ച് നോക്കി, നമ്മളെ തക്കാളി പെട്ടിക്ക് വെച്ച മാതിരി ഉണ്ട് ഇവിടെ. കണ്ടോ, പെട്ടിയിൽ ഫുള്ള് ആപ്പിളാ. ഒരു പറിച്ചുകൊണ്ട് കഴിഞ്ഞത് ഈ മരമൊക്കെ കാലിയാക്കിയാണ് പറിച്ചുകൊണ്ട്. ഒക്കെ ഇപ്പോൾ സെയിൽസിന് പോകും, സ്റ്റാമ്പ് പോലെ സാധനം. നമ്മളെ പ്ലംസിന്റെ സൈസുള്ള ആപ്പിളാട്ടോ, ആ ലുക്കും സാധനം. നമുക്ക് അതൊന്ന് പറിച്ച് കഴിച്ചു നോക്കാം. നല്ല കറക്റ്റ് ചോപ്പ് കളർ കേട്ടോ, അതിന്റെ ഉള്ളും ചോപ്പാ. ആ ഇതിന് കളർ കണ്ടോ, 2 ആപ്പിൾ മാറ്റം. ഇത് വെറൈറ്റി ഒരു ആപ്പിൾ കിട്ടും. പ്ലംസിന്റെ ടേസ്റ്റ് കുറച്ചുകൂടി ഹാർഡാണ്, വെറൈറ്റി ടേസ്റ്റ് കൂടി കേട്ടോ. ഇതും ഈ സൈഡിൽ ഫുള്ള് സാധനം കുക്കുംബറാണോ. ഇത് നമ്മളെ അടുത്ത മാറില്ല, കുറെ മുള്ളും പുല്ലൊക്കെ ഉണ്ട് ഇതിമില്. ഇതിമ്മ കുറച്ച് സാധനം എല്ലാം ചെടിക്ക് കറക്റ്റ് അല്ലേ. പറിക്ക, കൊട്ട കറക്ക, ഇതിന്റെ ക്ലീനിങ് പ്രൊസീജിയർ ഒക്കെ ഉണ്ട്. നമ്മളെല്ലാത്തിനും കൂടും കേട്ടോ. ഇനി ഇവിടെ പണിക്കണ ഇറങ്ങാണ്, നോക്കണ്ട. നാട്ടിൽ നിന്ന് ഫുള്ള് പറിച്ചങ്ങനെ എടുക്ക. എന്താ നേക്ക്, ഒരു ത്രില്ലുള്ള പണി അറിയില്ല, ഇതൊരു എടുക്കാത്ത പണിയായിരിക്കണം. ഫുള്ള് മരം പറിച്ച് ഇത് ക്ലീൻ ചെയ്ത് സെറ്റ് ആക്കൂട്ട്. സംഭവം ചവിട്ടി പിടിച്ചൊക്കെ തരുന്നേക്കണോ വാൾനട്ട്. നമ്മളെ മാങ്ങ പൊളിച്ചണ വരെ പൊളിച്ച് ചവിട്ടി. പച്ചത് പെരുമ്പലുള്ള സാധനം കേട്ടോ. ഒറ്റപ്പുറത്തിൽ പറിച്ചെന്നാ ഇത് പച്ച വേണമെങ്കിലും ചോയ ഉണ്ടാവില്ല, അതിന് ചെറിയൊരു ചോയന്റെ ഇതുണ്ട്. മൊത്തം കോൺക്രീറ്റ് കേട്ടോ. ഈ കല്ലുണ്ടോ, ഈ കല്ലിച്ചിട്ടാണ് മുഴുവൻ കോൺക്രീറ്റ് ചെയ്തത്. നിങ്ങൾ ഇതന്നെ അവന്റെ പരിഞ്ഞ് ചെയ്തിട്ടുണ്ട്. ആർപ്പൊക്കെ പറയുമ്പോൾ പരിപാടി കേട്ടോ. മുട്ടയൊക്കെ ഓരിച്ചാണ് കൊടുക്കുന്നത്. ഈ കൂടെ വരത്തിരിക്കും നമുക്ക് മുട്ടായിട്ട് വായിസോടെ മലയാളം പഠിപ്പിച്ചിട്ടുണ്ട്. Are you enjoying the trip here? Nice trip. You are our guests. You are from the Kerala. Yeah. We welcome you here. Thank you. Kashmir. Yes, we welcome you here. Enjoy the days here. Enjoy your visit here. It's very beautiful place. You will see here the hills, natural places. Enjoy it. ടീമിൽ തളച്ചോണ്ട് കിട്ടും ഓരോരോ സാധനങ്ങൾ. എന്തൊക്കെ ഒരു ഐഡിയ ഇല്ല, പല പല പേരും പറഞ്ഞു പോയി. പല വെറൈറ്റി സാധനങ്ങളാണ്. ഇത്ര പൂ കൊടുക്കുക, 1, 2, 3, 4, 5 കുടുക്ക തളക്കുന്നുണ്ട്. ഇവിടെ വേറെ പുഞ്ഞ വെച്ചിട്ടുണ്ട്. അമ്പ തീറ്റടങ്ങിയിട്ടുണ്ട്. വാർപ്പിന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞുണ്ട്. വായിസൊക്കെ 2 കജിന് വാരി പിടിച്ചിട്ടുണ്ടെങ്കിൽ എത്ര പൈസ ചെയ്താണോ? ഏത് തേങ്ങാച്ചോറോ? ബിരിയാണിന്റെ ടേസ്റ്റ് ഉണ്ട്. തേങ്ങാച്ചോറ് ഇറച്ചിക്കറി കൊടുക്കണ്ട നിങ്ങള് കൊടുക്ക കയ്യിക്ക് കൈ വാർപ്പിന്റെ ഭാഗമായിട്ട് നമുക്ക് കിട്ടിയതാണ് തേങ്ങാച്ചോറ്. നമ്മുടെ ടേസ്റ്റ് ഒരു ബിരിയാണിന്റെ മറ്റൊരു ഭാഗം. നമ്മുടെ വരുന്ന ആൾക്കാർക്ക് കൊടുക്കുന്നുണ്ടോ? അവിടെ ആരും കുറെ ആൾക്കാരുണ്ട്, ഇവരൊക്കെ കഴിക്കുന്നുണ്ട്. എല്ലാവരും കഴിക്കണ്ട അതില് ഓരോരോ ആചാരങ്ങൾ ഓരോ നാട്ടിലാണ്. സംഭവം അവിടെ ഫുഡിങ് എടുക്കണം. അതിനപ്പോ കാശ്മീരി പീച്ച് സാധനം കേട്ടോ. കുരുവിനോട് വേറെ കളറ്. This is Kashmiri peach. പീച്ച് Enjoy the taste.
Take it and tell me how is the taste. You can take it with it also. With also? No, yes. I have taken it from plant. Fresh. These are fresh. ഇവിടുത്തെ മറ്റേ ഒക്കെ ഫ്രഷ് സാധനം. Anna poda in the coda. ഇപ്പൊ മലയാളം പഠിച്ചു ഞാൻ ഓനെ പിടിച്ച് കൊണ്ടുപോയി നാട്ടിക്ക്. സുഖാണൊക്കെ പറഞ്ഞു പഠിച്ചത്. ഓൻ കൊറേ പഠിപ്പിച്ചെന്ന്. ചെറിയ കയ്പും ഇത് നല്ല രസം. बिल्कुल ठीक. ചോറ് ഒരു രീതി ഉണ്ടല്ലോ, പിടിച്ച് ഉരുക്കാണ് ഓരോ കുട്ടിയൊക്കെ കൊടുക്കൂല നമ്മളെ ഉരുളൊക്കെയാണ് അതേമാതിരിയാണ് ഒറ്റടി മാതിരി പൈസ ഒറ്റടിക്ക് തിന്നുക. നമ്മളാർത്തെ കണ്ട അറബിയുണ്ട്, അറബിയുടെ വേറെ സ്പെഷ്യലായിട്ടത് ഫുഡ് ഉണ്ടെങ്കിൽ പോണേ. ഫുഡ് കഴിക്കാനുള്ള സമയമായി, ഹാഫ് ടൈം മണി. ഇങ്ങനെ 4 ആൾ ഇരിക്കട്ടെ ഒരു ഇതിങ്ങനെ ഇരുന്നിട്ടാണ് ഫുഡ് കഴിക്കുക. കയ്യകാനൊക്കെ വെള്ളം കൂടി വരുന്നുണ്ട്, എല്ലാവരും ഇവിടെ ഇരിക്കുന്നുണ്ട്. ഒരു 4-5 ആൾക്കാർ ഒരു സെറ്റ് ഇങ്ങനെ ഇരിക്കും, ഇത് കഴിക്കാം. വലിയപ്പോ തല്ലത്തിന് ഉത്തരക്കണ്ട്. വേറെ കുറെ ആൾക്കാർ തപ്പെട്ട ഇവിടെ ഒരു 4-3 സെറ്റ് ആയിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് ഫുഡ് കഴിക്കാം. ഹാഫ് ടൈം 2 മണിയായിട്ടുള്ളൂ, പണി ഉള്ളു കഴിഞ്ഞിട്ടില്ല. ചോറും ചിക്കനൊക്കെ കൊണ്ടുവരുന്നത്. ഓക്കെ is special shak, Kashmiri shak, is known as waza. And the dishes are made known as wazwan. Okay. Koi waza, a wazwan. Variety of chicken, rogan josh, kurma. കാശ്മീരി വാസ്വാനില് 30 ഐറ്റം വെറൈറ്റി ഉണ്ട് പറഞ്ഞു. Bhai fazl chor dan rice. Chor dan. ഞങ്ങള് ചോറ് തിന്നാ. അടിപൊളിയാണ്. ബീഫൊക്കെ നല്ല ബീഫ് കറി വേറെ പ്ലേറ്റിലാണ് കൊണ്ടുപോകുന്നത്. ചോറ് എടുത്തിട്ടുണ്ട്. സംഭവം നല്ല ടേസ്റ്റ് ആണ്, അടിപൊളിയാണ്. വെറൈറ്റി അനുഭവം ഇരുന്നാട്ടോ. ഫുഡ് കഴിച്ചാണല്ലോ റെസ്റ്റ് കേട്ടോ. അപ്പൊ ഇവിടെ ആപ്പിൾ തോട്ടത്തിലുണ്ട് ഫൈസലും അവന് ചെങ്ങന്മാരൊക്കെ അവിടെ കുത്തിരിക്കണേ. ഞങ്ങൾ രണ്ടാളേക്ക് കൂടി ഇങ്ങനെ വർത്താനം പറയാം, രസമല്ലേ സംഭവം. നൈസാട്ടോ. ഇതാണോ ശരിക്കും ഒറിജിനൽ ഇവിടുത്തെ ആപ്പിള്. കാരണം വലിയ മരം കണ്ടോ. മറ്റേത് ഹൈബ്രിഡ് മരമാണ്, ഇത് ഹൈബ്രിഡ് അല്ല, സാധാ മരം ആപ്പിൾ. ഇവിടെ വന്നപ്പോഴാണ് ഇതിന്റെ ഇത് പോയിട്ട്. മറ്റേ ഫസ്റ്റ് കണ്ടപ്പോൾ ആപ്പിള് ഭയങ്കര സംഭവം. ഇത് അവിടെ കുത്തിരിക്കണം. ഇവിടെ കുറെ മലയാളം പഠിപ്പിച്ചിട്ടുണ്ട്, ഇതാക്കുന്നുണ്ട്, എത്തൊക്കെ കാട്ടുണ്ട്, വോയിസ് ഒക്കെ പാട് കൂടിയാണ്ട് പഠിച്ചു. അപ്പൊ 10 തത്ത മറ്റേ ആപ്പിളിന്റെ മാതിരി ഈ ആപ്പിൾ ആയിട്ടില്ലട്ടോ. ഇതിങ്ങനെ ആയി വരുന്നുള്ളൂ സംഭവം. ഇതിന് കുറെ ഉണ്ട്, മരത്തുമ്പോൾ സാധനം ഉണ്ട്, പക്ഷെ വിളവെടുക്കാനായിട്ടില്ല, പൗക്കണുള്ളൂ. ഒക്കെ ഏകദേശം ഒരു പച്ച കളർ ആപ്പിളാട്ടോ. പച്ചല്ല, പൗപ്പ് ഇങ്ങനെ തുടങ്ങണുള്ളൂ. നിമ്മലാണ്ട് ആപ്പിള് താഴത്താണ് നിങ്ങള് ചാടി കിടക്കണേ. മാങ്ങ ഇതൊക്കെ ചാടി കിടക്കുമ്പോൾ പൗത്തി ആർക്കും മാണ്ട ഇവിടെ. അതാണ് ഇതിന്റെ അവസ്ഥ. ഇവിടെ വിലയും കുറവാന്ന് തോന്നുന്നുണ്ട്. വില ചോദിച്ചിട്ടില്ല അവരോട്. ഇവിടെ കുറെ ഐറ്റംസ് സംഭവം ഉണ്ട്. രാവിലെ തുടങ്ങിയ പണിയുടെ എപ്പോഴും കഴിഞ്ഞില്ല. 3-3:30 ഇപ്പോഴും കുറച്ച് തട്ടി തന്നെ തട്ടി. ഫുൾ വാർപ്പ് വെച്ചു. എന്താ ശീശ പ്രാക്ടീസിലാണ് വോയിസ് വച്ചു വിടണ. അങ്ങനെ നടക്കണ്ട, പുക അങ്ങനെ വരുന്നുണ്ട്. പണി കഴിഞ്ഞിട്ടില്ല, പണി നടന്നോണ്ടിരിക്കണ്ട ഇവിടെ. ഇത്ര നേരമായിട്ട് ഇത് കണ്ടില്ലോ. കോഴിക്കോട് ഞങ്ങള് മോളില് വല കിട്ടണ്ട 3 ബേല് കോഴിക്കോട്ടോ. പോണ പോലെ ഓല പണി കഴിഞ്ഞ ഒരു പോവാട്ടാ. അങ്ങനെ നമ്മളെ വാർപ്പിന്റെ പരിപാടി കഴിഞ്ഞിട്ടോ. വാർപ്പും കഴിഞ്ഞ് പരിപാടികളൊക്കെ കഴിഞ്ഞ് നമുക്ക് ചെറിയൊരു പരിപാടി ഉണ്ട്. നമ്മളെ ഡ്രോണിന് പെർമിഷൻ വേണം. കാരണം ഇവിടെ ഇലക്ഷനും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ചെറിയ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് റെഡിയാക്കാൻ വേണ്ടിട്ട് പോണേ തോങ്കാട്ടണേ. വെള്ളം കയറിയ അവന്റെ വണ്ടിയിൽ നമ്മൾ പോട്ടോനെ ചെങ്ങന്മാരുണ്ടെന്ന് പറയാം. നമ്മൾ വിട്ടതാ. വണ്ടിയാണ് ഞങ്ങള് അൾട്ടോ, അതേമാതിരി ടാറ്റ സുമോ, ഐറ്റിന്റെ ഒക്കെ വലിയ വണ്ടി ഉണ്ടോ. സ്വിഫ്റ്റ് കണ്ട അൾട്ടോളാണ് ആ വരുന്നത്. നമ്മുടെ വണ്ടിയുമ്പോ വലിയ സംഭവം നാട്ടിലുണ്ട്. ഷവർലൈറ്റിന്റെ വണ്ടി. ഗായ്സ് ഇന്ന് വന്നത് പണി പാളിട്ടോ. കാരണം നമ്മൾ ഫസ്റ്റ് ഒരു ഇവിടെ പോയി പട്ടാളക്കാരെ, രണ്ടാമത്തെ ക്യാമ്പാണ് ബാക്കിൽ കാണുന്നത്. അവിടെ പോയപ്പോ പറഞ്ഞ സാറ് ലീവാണ്, തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് ശേഷം വന്നാൽ പെർമിഷനെ കാര്യം സംസാരിക്കാന്നാണ്. അപ്പൊ ഇനി തിങ്കളാഴ്ച വരട്ടോ. അവിടെ ടാറ്റ സുമ അങ്ങനെയൊക്കെയാണ്. ഒരു വണ്ടി ഇത് കൊടുക്കണില്ല എന്ന് തോന്നുന്നു. നല്ലൊരു പാട്ടലാണ് പെട്ടെങ്ങന്മാരെ വീഡിയോ എടുക്കാൻ പറ്റാത്ത സാഹചര്യം. കാരണം നമ്മളന്ന് ആർമി ക്യാമ്പിൽ നിന്ന് വന്നിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കറങ്ങച്ചു പോകുന്നതാണ്. ഇവിടെ വൈക്കലൊക്കെ ആർമികൾ ചെക്കിങ് നടത്തുന്നുണ്ടോ. അപ്പൊ ചെക്കിങ്ങിൽ വന്നു, ഈ ബാഗ് കണ്ട് JK പോലീസിന്റെ ചെക്കിങ്. അപ്പോഴേ ഞാൻ സംഭവം അറിയില്ല.
ഡ്രോൺ ഉണ്ട്. ഡ്രോൺ ഉണ്ടാക്കി മൂപ്പര് വാങ്ങിച്ച് ഒരു നിലക്കും ഇവിടെ ഡ്രോണ് ഉപയോഗിക്കാൻ പോയിട്ട് കൈ വെക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണ്. അതിന് പോലെ മുതിർന്ന ഉദ്യോഗസ്ഥൻ വന്നിട്ട് അയാളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. നമ്മളിങ്ങനെ വ്ളോഗേഴ്സാണ്, ജസ്റ്റ് സൈറ്റ് ഫോട്ടോ എടുക്കാനൊക്കെ പറഞ്ഞ മൂപ്പര് പറഞ്ഞു ഇവിടെ ഒരു നിലക്ക് നടക്കൂല. കാരണം ഒന്നാമതോടെ ഇലക്ഷന്റെ പ്രശ്നമാണ്, പിന്നെ മൊത്തത്തിൽ പ്രശ്നമാണ്, മിലിറ്റൻസി ഇഷ്യൂ ഒക്കെ ഉണ്ട്. അങ്ങനെ ഡ്രോണ് കൊണ്ടുപോയിക്കോ, പക്ഷെ എന്റെ ലഗേജിൽ മേൻ വെച്ചാൽ ആരും കാണാതെ എടുത്ത് വെച്ചോന്നാ പറഞ്ഞത്. ഭാഗ്യത്തിന് കിട്ടിയതാണ്, നമ്മള് കയ്യിൽ നിന്ന് പോയി തന്നെ കരുതിയതാണ്. അൽഹംദുലില്ലാ ആയാലും സെറ്റാണ്. അത് നമ്മൾ തിരിച്ചു വരികയാണ് പോട്ടെ. സംബന്ധിച്ച് ഞങ്ങൾ റൂമൊക്കെ എത്തിട്ടോ. ഇവിടെ ഫായ്സ് കുഴങ്ങിക്കണോന്ന് ഉറങ്ങണം. മറ്റൊരാണ് ഇവൻ്റെ അടുത്തൊന്നും ഇങ്ങനെ കിറുകിറടിച്ചിട്ട്. ഇവൻ മലയാളത്തിൽ ട്രാൻസ്ലേഷൻ അങ്ങോട്ട് പറയും കുഴങ്ങിക്കണ്. ഇവൻ പറഞ്ഞ് ഫുഡ് വെച്ചിട്ട് കിടന്നു. ഏതായാലും അതാണ് അവസ്ഥ. ഇനി നാളെ കാണാൻ തരും. ഇന്നിപ്പോ ഇങ്ങനെയൊക്കെ പോട്ടെ, ഓരോ കോമഡിയാണ്. പക്ഷെ അത് അടുത്ത വീഡിയോ കാണാം. അവരേക്കും ബൈ ബൈ.